ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറത്തിന്റെ റെമഡിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു സിറത്തിന്റെ റെമഡി ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണലായിട്ട്, നിങ്ങൾക്കറിയാലോ ഞാൻ ജെല്ലും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള കമൻറ്റാണ്, ഞങ്ങൾക്ക് ചെയ്തിട്ട് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവരാരും തന്നെ അതിനകത്ത് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടില്ല, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മാറി എന്നുള്ളത് അവരാരും തന്നെ അതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇത് കാണുന്നവർ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് ഇടുക, അപ്പോൾ അതിന് മറ്റുള്ളവർക്കും കൂടെ ഇത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അതുപോലത്തെ ഒരു ജെല്ല് തന്നെയാണ് നമ്മൾ ഇന്നും തയ്യാറാക്കി എടുക്കുന്നത്, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്ലാക്സ് സീഡിന്റെ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ചണവിത്ത്. ഓക്കെ, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ് 2 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് ഗ്രീൻ ടീയുടെ ലീഫാണ്. ഗ്രീൻ ടീയുടെ ലീഫ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണോളം ചേർക്കാം, അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഈ ഒരു ലീഫിൻ്റെ ഗ്രീൻ ടീയുടെ ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തൈരിന് പകരം നിങ്ങൾക്ക് ഇവിടെ റോ മിൽക്ക്, പച്ചപ്പാല് ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഈ ഒരു തൈരിനകത്തിട്ടിട്ടാണ് ഇത് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നത്, തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തൈരും 1/2 കപ്പ് തൈരും വെള്ളവും കൂടി ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചപ്പാല്, ഞാനിപ്പോൾ ഇത് തൈര് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പച്ചപ്പാൽ എടുക്കാം കേട്ടോ. ആ പാലെടുത്തിട്ട് ആ പാൽ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ തൈരും വെള്ളവും കൂടി ചേർത്തിട്ട് മോരും വെള്ളമാക്കാൻ കേട്ടോ. എന്നിട്ട് അതിനെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡും ഗ്രീൻ ടീയുടെ ലീഫും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുന്നത്. ഞാനിവിടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് ഒരു വലിയ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 200 ml മുകളിലായിട്ട് വരും കേട്ടോ. അപ്പം നമുക്ക് ഞാനിവിടെ ഒരു സിറം കൺസിസ്റ്റൻസിയിൽ, ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കട്ടിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൊടുക്കാം. ഓക്കെ, ആ രീതിക്ക് അങ്ങ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു അളവിന് ഈ ഒരു ഗ്ലാസോളം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതങ്ങ് തിളപ്പിച്ചെടുക്കാനായിട്ട്. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ചെറിയ രീതിക്ക് അങ്ങ് കട്ടിയായി വരും. ആ കട്ടിയാവുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്തിടട്ടെ. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇതാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അത്രയും നേരം കൊണ്ട് തന്നെ ഈ ലെവൽ കാണുന്ന ഈ ഒരു ലെവലാവുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ഇതങ്ങ് ആ ഒരു ചെറു ചൂടോടിട്ട് വേണം അങ്ങ് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി നേരം അങ്ങ് തണുപ്പിക്കാനായിട്ട് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ വേഗം തന്നെ അതങ്ങ് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് അടിയിൽ കാണിക്കുന്ന ആ ഒരു ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ജെല്ല് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ വെള്ളം ഇല്ലാത്ത ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് വേണം ഇതങ്ങ് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി ബൗളിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളൊരു സ്കിൻ വൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് സെറം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നമ്മുടെ ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിനകത്തേക്ക് പാല് ചേർത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ പാല് തന്നെ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറായിട്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു തൈരും തന്നെ നല്ല മോയ്സ്ചറായിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു പാൽ ഉപയോഗിച്ചിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കുമെങ്കിലും കൂടിയും ചിലപ്പോൾ ഡ്രൈ ആയിട്ട് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അല്ലെങ്കിൽ ആമണ്ട് ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ അങ്ങ് ചേർത്ത് വെച്ചാൽ മതിയാകും. എന്നതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതല്ല നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകി കളയാം. കഴുകുന്ന സമയത്ത് സോപ്പൊന്നും ഉപയോഗിക്കരുത്. ഓയിൽ സ്കിന്നുള്ളവർ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങേണ്ട കാര്യമില്ല. 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.